ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡേ 4 ആണ്. വയനാട് തന്നെയാണ്, അതായത് പൂക്കോട് ലേക്കിൻ്റെ അവിടെ കേട്ടോ. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ വയനാട് കുറച്ച് ഭാഗങ്ങൾ കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേയിലത്തോട്ടങ്ങളും ഇവിടുത്തെ കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അത് പ്രത്യേകിച്ച് എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ കൂടുതലായിട്ട് കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പൂക്കോട് ലേക്കിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം കേട്ടത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സംഭവങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നും കൂടി ഉള്ളൂ നമ്മൾ വയനാട് ഉണ്ടാവുക. നാളെ നമ്മൾ ഊട്ടിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഊട്ടി 2 ദിവസം ഉണ്ടാവും. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഊട്ടിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ചിക്കുനോട് കണ്ട ചിക്കുനോട് കണ്ട എന്താ ഇത്? ഒന്നും ചെയ്യില്ല കേട്ടോ, ഒന്നും ചെയ്യില്ല. ഏട്ടന്റെ മേത്തെന്താ നോക്കൂ, ഏട്ടന്റെ മേത്തെന്താ നോക്കൂ. പച്ചക്കറി ആപ്പിൾ എടുത്തിട്ട് തിരിയൂ. പാമ്പ് വരാ ഇത്. എന്റെ തലേമ ഇങ്ങനെ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചെടുത്തു. വേണ്ട വേണ്ട. കൊണ്ടേലോ എന്തത് സമൂസ ലഡു ഫ്രണ്ട്സ്, വയനാട് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അത് 1-2 ദിവസം കൊണ്ട് കണ്ട് തീർക്കാൻ പറ്റിയ സംഭവമല്ല. നമ്മൾ 2 ദിവസമേ വയനാട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. വയനാട് തന്നെ ഒരുപാട് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണേണ്ട ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതായത് എന്നൂര്, അതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മടുപ്പാവും. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഭാഗത്ത് കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ നാളെ നമ്മൾ ഊട്ടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നാളത്തെ വീഡിയോ അതായിരിക്കും. ഇപ്പോൾ വെക്കേഷൻ സമയമായതുകൊണ്ട്, അതായത് ഏപ്രിൽ മാസമാണല്ലോ,
അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാലക്കാട് ജില്ലക്കാർ 45 ഡിഗ്രി വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വയനാട് വന്നപ്പോൾ നമുക്ക് ഒരു വലിയ ആശ്വാസമാണ് കേട്ടോ. നമുക്ക് അത്ര ചൂടൊന്നും നമുക്ക് ഫീൽ ആവുന്നില്ല. പുറത്തുനിന്ന് കാണുന്ന സമയത്ത് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ആ വെയിലിന് അത്ര മറ്റേ പറയുക ചൂടൊന്നും നമുക്ക് ഫീൽ ആവുന്നില്ല. എന്തായാലും നാളെ നമ്മൾ ഊട്ടിയിലോട്ടാണ് പോകുന്നത്. ഊട്ടിയിലത്തെ കാലാവസ്ഥ 14 ഡിഗ്രി വരെ വന്നിട്ടുണ്ട്. എന്തായാലും നാളെ നോക്കി നോക്കാം.